ഉരുൾപൊട്ടലിൽ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടതിന്റെ ഞെട്ടലിലാണ് ഏലപ്പാറ ചെമ്മണ്ണ സ്വദേശി തങ്കരാജും കുടുംബവും. ജീവൻ തിരികെ ലഭിച്ചെങ്കിലും ഒരായുസ് കൊണ്ടുണ്ടാക്കിയ വീടും സമ്പാദ്യങ്ങളും ഉരുളെടുത്തു. സർക്കാരിന്റെ സഹായം മാത്രമാണ് ഇനി ഇവരുടെ പ്രതീക്ഷ. ശനിയാഴ്ച പുലർച്ചെ 5 മണിക്ക് ശുചിമുറിയിൽ പോകാൻ പുറത്തിറങ്ങുമ്പോഴായിരുന്നു തങ്കരാജ് വലിയ ശബ്ദം കേട്ടത്. വീടിന്റെ പിന്നിലൂടെ മലവെള്ളം ഒഴുകിയെത്തി. 5 അംഗ കുടുംബം തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. എനിക്ക് പുറത്തോട്ട് ഇറങ്ങാനും പറ്റത്തില്ല. പിള്ളേർ പുറത്ത് നിന്ന് കരയുന്നുണ്ട്. ഭയങ്കര മഴയും വരുന്നു. ഞാൻ അരമണിക്കൂറോളം അതിനകത്ത് തന്നെ നിന്നു. പിന്നെ മുട്ടലേശ്ശേരി നോക്കി ആൾക്കാരെല്ലാം വന്നാണ് ഭിത്തി ഇടിച്ച് എന്നെ പുറത്തെടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ബാക്കി വീടും എല്ലാം കൂടി ഇടിഞ്ഞ് പോകുന്ന ആണ് കണ്ടത്. അതിനകത്തൊന്നുമില്ല. ഞങ്ങൾ കിട്ടിയിരുന്ന ഇപ്പോഴിട്ടിരിക്കുന്നതൊക്കെ ഇന്നലെ വൈകിട്ട് ഓരോരുത്തരും വാങ്ങിച്ചൊന്നു തന്ന പ്രശ്നം. ഞങ്ങളുടെ ജീവിതകാലം മുതൽ ഞാനും എൻ്റെ മുഖം ഉണ്ടാക്കിയത് വിളിച്ചിട്ട് കിടക്കും. ഒരു മൊബൈൽ ഫോണും ഞങ്ങളുടെ 6 പേരുടെ ജീവന് മാത്രം ഞങ്ങൾക്ക് തിരിച്ചു കിട്ടും. അതാണ് ഞങ്ങളാണ്. ഒരായുസിന്റെ മുഴുവൻ സമ്പാദ്യവും ഇവർക്ക് നഷ്ടപ്പെട്ടു. ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് അറിയില്ലെന്ന് തങ്കരാജിന്റെ മകൻ അജിത് പറയുന്നു. ഇതുപോലൊരു പെട്ടെന്ന് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായി. ഞങ്ങളുടെ എല്ലാം പോയി. ഞങ്ങളുടെ പപ്പ ഇതുവരെ സമ്പാദിച്ചതും ഞാൻ സമ്പാദിച്ചതും എല്ലാം പോയി. 3 വണ്ടികളുണ്ടായിരുന്നു. അതുപോലെ എല്ലാം ഒന്നുമില്ല. കുട്ടികൾ ഞങ്ങൾക്ക് ജീവന് മാത്രം ഒരു കുഴപ്പം ഉണ്ടായില്ല. ദൈവം സഹായിച്ചു. മൊത്തം നഷ്ടപ്പെട്ടു. ഒന്നും ഇല്ലാതായിപ്പോ. മുമ്പോട്ട് ഇനി എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഞാൻ പപ്പാടെ ചേട്ടന്റെ വീട്ടിലാണ് ഇപ്പൊ നിൽക്കുന്നത്. കുഞ്ഞുങ്ങളൊക്കെ ശരിക്കും ഒന്നും ഓക്കെ ആയിട്ടില്ല. ഒന്നുമില്ല, കയ്യാലൊന്നുമില്ല. ഉള്ളതെല്ലാം പോയി. ഒന്നുമില്ല എൻ്റെ കയ്യിൽ. ജീവൻ തിരിച്ചു കിട്ടിയെങ്കിലും എല്ലാം നഷ്ടപ്പെട്ട ഒട്ടേറെ പേരാണ് ഇടുക്കിയിലുള്ളത്. സർക്കാർ സഹായം മാത്രമാണ് ഇനി ഇവരുടെ പ്രതീക്ഷ. കൈരളി ന്യൂസ്, ഇടുക്കി.